ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ദിവസമാണ്. ഞാൻ ഇത്ര നാളും ഒരു 2 വർഷം ഇവിടെ വന്ന് കുറേ നാളിങ്ങനെ ചിന്തിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ നാട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അന്ന് ഞാൻ ടാക്സി ബുക്ക് ചെയ്യാൻ പോകണം. ഇവിടുന്ന് നേരെ മിൽട്ടൺ കെയ്ൻസ് കോച്ച് വേ പോയിട്ട് അവിടുന്ന് നേരെ ഹീത്രൂ പോയിട്ട് അവിടുന്ന് പ്ലെയിൻ പിടിച്ച് ഞാൻ പോവുകയാണ്. ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്. കുറേ നാളിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പോകണം. അങ്ങനെ സർപ്രൈസാണ് കേട്ടോ, ആർക്കും അറിയത്തില്ല. നാട്ടിൽ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനത് അറിയത്തുള്ളൂ ഞാൻ വരുന്നതെന്ന്. അതിനെ വിളിക്കാൻ വരണ്ട, ആരും വരണമല്ലോ. അപ്പം അങ്ങനെ ഇവിടെ നിന്ന് ഇപ്പോൾ തിരിക്കുകയാണ്. അങ്ങനെ മിൽട്ടൺ കെയ്ൻസ് കോച്ച് വേയിൽ എത്തിയിരിക്കുകയാണ്. നല്ല ഐസാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിൻ്റെ മുകളിലൊക്കെ അന്യായമായിട്ട് ഐസുണ്ട്, തണുപ്പുണ്ട്. പിന്നെ ജാക്കറ്റ് എടുക്കാത്ത വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്തായാലും ഇന്ത്യയിൽ പോകുമ്പോൾ നല്ല ചൂടാണ്. അവിടെ കേരളത്തിൽ പോകുമ്പോൾ നല്ല ചൂടാണെന്ന് ഞാൻ കേട്ടെ. വെറുതെ ജാക്കറ്റ് എടുത്തിട്ട് പിന്നെ വെയിറ്റ് കൂട്ടി നടക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ജാക്കറ്റ് എടുത്തില്ല. അപ്പം ഇതാണ് മിൽട്ടൺ കെയ്ൻസ് കോച്ച് വേ. അപ്പം ബസ്സൊക്കെ വരുന്നേ ഉള്ളൂ, സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു, ലൈറ്റൊന്നും കത്തിയിട്ടില്ല. അപ്പം എപ്പോഴും ബസ്സുണ്ട്, എന്നാലും ഇപ്പം അവിടെ നിർത്തിയിട്ടും ബസ്സൊന്നും കത്തിയിട്ടില്ല. ഞാൻ മാത്രം ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. നോക്കാം, ബസ് വരും. ഇനിയിപ്പം സമയം ഏകദേശം 1:30 ആയി. ഇപ്പം 2 മണിക്കാണ് ബസ് വരുന്നത്. അപ്പം നമ്മളവിടെ ഹീത്രൂവിൽ 3:40 3:50 ആകുമ്പോൾ എത്തും. കുറച്ച് നേരത്തെ പോവുക. അങ്ങനെ ഗൈസ്, ബസ് ഇറങ്ങി ഹീത്രൂയിലെത്തി. ഏകദേശം 15 മിനിറ്റോളം ലേറ്റാണ്. ബസ് കുറച്ച് ലേറ്റായിരുന്നു. അപ്പോൾ ഏകദേശം ഞാനൊരു 1 മണിക്കൂറോളം ഞാൻ അവിടെ നിന്നു ബസ് സ്റ്റേഷനിൽ. നല്ല തണുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നേരെ ഇവിടുന്ന് ടെർമിനൽ 3 കണ്ടുപിടിക്കണം, അങ്ങോട്ട് പോകണം. എന്നിട്ട് ഫ്ലൈറ്റ് കയറണം, ചെക്ക് ഇൻ ചെയ്യണം. ഇത് സംഭവിച്ച് എനിക്ക് ബാഗേജ് കയറുന്ന ചെറിയൊരു ഡൗട്ടുണ്ട് വെയിറ്റിൽ കാര്യത്തിലൊക്കെ. അപ്പം അത് സിറ്റാക്കി കയറാൻ പറ്റിയ ഭാഗ്യം. ഇനിയിപ്പോൾ നേരെ ടെർമിനൽ 3 നടക്കാം. വേറെ ഓപ്ഷനൊന്നുമില്ല, നടക്കാം. ഫ്ലൈറ്റ് ഏകദേശം 9 മണിക്ക് കണ്ട ഫ്ലൈറ്റ് കേട്ടോ. അപ്പോൾ ഞാൻ 4 മണിക്ക് എത്തി. എന്തായാലും ഞാൻ കുറച്ച് നേരത്തെ എടുത്തായിരുന്നു ടിക്കറ്റ് ബസ്സിൻ്റെ. കാരണം പോവാണല്ലോ, കുറച്ച് നേരത്തെ പോകണമല്ലോ, അതാണല്ലോ എൻ്റെ ശരി. അപ്പോൾ നിങ്ങൾ എക്സൈറ്റഡ് ആണോ? ഞാൻ എക്സൈറ്റഡ് ആണ് ഗൈസ്. ഞങ്ങളല്ല, ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വിളിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് പോയാലും ഇപ്പോൾ ഞങ്ങളൊന്ന് കയറി വരുവാണ്. ടെർമിനൽ 3 അടുത്തുകൊണ്ടിരിക്കുക. ബാഗ് സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നത് ഗൈസ്. എന്തായാലും വന്നത് കുറച്ച് നേരത്തെ ആണെന്ന് തോന്നുന്നു. കാരണം എമിറേറ്റ്സ് ഇതുവരെ തുറന്നിട്ടില്ല, ബാക്കിയെല്ലാ എയർവേസും തുറന്നിട്ടുണ്ട്. കുറച്ചധികം നേരത്തെ വന്നുകൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തുറക്കുന്നതാണ്. അപ്പം എന്തായാലും സെക്യൂരിറ്റി ചെക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, വലിയ കുഴപ്പമില്ലാണ്ട് പാസ്സായി ഷൂട്ട് ചെയ്യാൻ. അതുകൊണ്ട് വെയിറ്റ് ഒന്നും കുഴപ്പമില്ലായിരുന്നു. ഇനിയിപ്പം 5:46 47 ആയതേ ഉള്ളൂ. 8 മണിക്ക് കണ്ട ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ ലോഞ്ച് ചെയ്തിരിക്കണം, അല്ലാണ്ട് വേറെ വഴിയില്ല. അപ്പോൾ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാം എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവിടെ ചാർജ് ചെയ്യുന്ന സ്ഥലമുണ്ട്, അപ്പോൾ ചാർജ് ചെയ്തിട്ട് ഫോണൊക്കെ കളിച്ചിരിക്കാം. സമയമുണ്ട്, ഒരു 1-2 മണിക്കൂറും കൂടെ ഉണ്ടല്ലോ ഇനി. പൊളിയാം. അങ്ങനെ ഗൈസ്, ദുബായ് എയർപോർട്ടിലെത്തി. ഇനിയിപ്പം ഇവിടുന്ന് കണക്ഷൻ ഫ്ലൈറ്റ് പിടിക്കുകയാണ് തിരുവനന്തപുരത്തേക്ക്. കൊള്ളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ആദ്യമൊക്കെ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ നമുക്ക് ഒരു ഇതില്ലായിരുന്നു, ഞാൻ വന്ന സമയത്ത്. പക്ഷെ ഇപ്പം എനിക്ക് ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങുന്നതൊക്കെ അറിഞ്ഞു, ഫ്ലൈറ്റ് പൊങ്ങുന്നതൊക്കെ ഞാൻ നന്നായിട്ട് അറിഞ്ഞായിരുന്നു. രസമായിരുന്നു. അതിന് ഇവിടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് പോവാം, കാര്യങ്ങൾ നോക്കാം. അങ്ങനെ ചെക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ വേറെ ടെർമിനൽ ഇറങ്ങിയിട്ടാണ്
ഈ ടെർമിനലോട്ട് ഓടി വന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് ആ 2.5 മണിക്കൂർ നമുക്ക് മുതലാവേണ്ടിയിരുന്നു. പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല, ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇപ്പം B22 എന്ന ഗേറ്റ് പോകണം. അവിടുന്ന് തിരുവനന്തപുരത്തേക്ക് ഞാൻ ഫ്ലൈറ്റ് കയറുകയാണ് ഗൈസ്. അപ്പോൾ രസമുണ്ട്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്കറിയത്തില്ല എന്താ ചെയ്യണോ, സന്തോഷമാണോ വിഷമമാണോ ഒന്നും മനസ്സിലാവുന്നില്ല. സോ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. B22 അവിടെ ഉണ്ട് കണ്ട്. ഇനിയിപ്പോൾ നേരെ ഫ്ലൈറ്റ് ഇറങ്ങുന്നതായിരിക്കും. ദൃശ്യങ്ങളായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. തിരുവനന്തപുരമാണ്, അടിപൊളിയാണ്. ഹലോ ഗൈസ്, തിരുവനന്തപുരം അങ്ങനെ ഇറങ്ങി. എൻ്റെ നാട്ടിൽ ഞാൻ ഇറങ്ങി. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മുടെ നാട്ടിലെ ഫോണിൽ നാട്ടിലെ സിമ്മിൽ 6 മാറ്റിയിട്ട് റേഞ്ച് കാണിക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് കാണുമ്പോൾ ഭയങ്കര ഫീലാണ് കേട്ടോ. സ്വന്തം നാട്ടിൽ വന്നൊരു ഫീലുണ്ട്. പിന്നെന്താ പറയുക, നമ്മുടെ ഫ്ലൈറ്റിലിരുന്നിട്ടും നോക്കുമ്പോൾ എല്ലാ സ്ക്രീനിലും തിരുവനന്തപുരം ഒക്കെ കാണിച്ചപ്പോൾ നല്ല സന്തോഷം തോന്നി. ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ചെക്കിങ് കാര്യങ്ങളെല്ലാം ഇറങ്ങി പെട്ടിക്ക് വേണ്ടി നല്ല ഇതുണ്ടായിരുന്നു, റഷ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇപ്പം എന്നെ കൂട്ടുകാരൻ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ആരാണിത്? ആടാ എന്താ പരിപാടി? നമ്മളിപ്പോ ശംഖുമുഖത്ത് പോവുകയാണ് ഗായ്സ്. എന്താ ഇങ്ങനെയൊക്കെയല്ലേ വ്ളോഗ് ഇടുന്നത്? ഇങ്ങനെ വരാറില്ല ട്രാൻഡത്തോട്ട്. അങ്ങനെ ഗൈസ്, ഒരുപാട് നാളത്തെ 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ശംഖുമുഖത്ത് എത്തിയിരിക്കുകയാണ്. ഇത്ര നാട്ടിക്കള ചോദിച്ചു. എന്നിട്ട് ഞാൻ വേറെ കാര്യം പറയാനാണ് വന്നത്. ഞാൻ ആദ്യമേ എടുത്ത ടിക്കറ്റ് എയർ ഇന്ത്യയിലായിരുന്നു. അപ്പോൾ എയർ ഇന്ത്യ എടുത്ത സമയത്ത് അമ്മമാർ 4 ദിവസം മുമ്പ് അമ്മമാർ ഡേറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നു. ഡേറ്റ് ചേഞ്ച് വെച്ചാൽ എൻ്റെ ലേ ഓവർ വന്നിട്ട് 13 മണിക്കൂറൊക്കെ തട്ടി തന്നു. അങ്ങനെ ഏകദേശം 25 മണിക്കൂറോളം ഞാൻ വെയിറ്റ് ചെയ്യേണ്ട ലേ ഓവർ വന്ന്. അങ്ങനെ ഞാൻ ലാസ്റ്റ് നിമിഷത്തിലാണ് ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ എമിറേറ്റ്സ് എടുത്തു. എമിറേറ്റ്സ് എല്ലാവരും എടുക്കുകയാണ്, അതായിരിക്കും നല്ലത്. എയർ ഇന്ത്യ ആരും ഞാൻ പ്രിഫർ ചെയ്യത്തില്ല ഒരിക്കലും. എപ്പോഴും എടുക്കുന്നത് ഞാൻ ഇനി എടുക്കാൻ പോകുന്നതൊക്കെ ചിലപ്പോൾ എമിറേറ്റ്സും അബുദാബി ആ ഒരു ടൈപ്പിലുള്ള റേഞ്ചിലുള്ള സാധനം എടുക്കും. എയർ ഇന്ത്യ ജമ്മു ചേർന്ന് ഞാൻ എടുക്കത്തില്ല. 25 മണിക്കൂറൊക്കെ ലേബർ എന്ന് വെച്ചാൽ ഒരു ദിവസം ഒന്ന് നമുക്ക് പോയി. അങ്ങനെ ഒരു ദിവസം എയർ ഇന്ത്യ അതായത് വലിയ ചർച്ച അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങൾ കടൽക്കാറ്റൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്നാലും ഇപ്പോൾ വീട്ടിൽ കയറിയിട്ട് കാര്യമില്ല, ഇപ്പോൾ എല്ലാവരും ഉറങ്ങും. സോ പയ്യെ കൂടെ ചുറ്റി കറങ്ങിയൊക്കെ നമുക്ക് പൊളിച്ചിട്ടൊക്കെ ശരി മക്കളെ. ബൈ ബൈ. ഇവിടെ ബൈ. ഇവര് കൂടെ ഉണ്ടോ? ബാക്കിയുണ്ട്. സോറി ക്ഷമിക്കണം. ഗൈസ്, ശംഖു അന്യായ ഫീലാണ് ഗൈസ്. ഞാൻ നാട്ടിൽ നിന്ന സമയത്തും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ചുമ്മാ വരുമായിരുന്നു, ഓർമ്മകൾ അയവിറക്കാൻ വേണ്ടിയിട്ട്. കുറേ ഉണ്ടല്ലോ ഓർമ്മകൾ. രസമുണ്ട്. പക്ഷേ ഇവിടെ നല്ല ചൂടുണ്ട് കേട്ടോ കേരളത്തിൽ. UK നിന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ആ തണുപ്പിൻ്റെ ഒരു വൈബ് മാറിയിട്ട് നല്ല എയർപോർട്ട് ഇറങ്ങുമ്പോൾ തന്നെ മുഖത്തോട്ട് അതിൽ ചൂടടിച്ചതിന് ബാക്കിലിട്ട് തെറിപ്പിച്ച് ഗൈസ്. കൊള്ളാം, രസമുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം എൻജോയ് ചെയ്യട്ടെ ഇവിടെ. അങ്ങനെ ഗൈസ്, ഇവിടുത്തെ വൈബെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കണം എന്നൊരു ആഗ്രഹത്തോടെ ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന് വെച്ചിരിക്കുകയാണ്. അറിയത്തില്ല എവിടെ പോകുന്നു. തിരുവനന്തപുരം അല്ലേ, രാത്രി എന്തെങ്കിലുമൊക്കെ കാണാണ്ടിരിക്കില്ല. നോക്കാം. 2 വർഷത്തിന് ശേഷമാണ് വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ കഴിച്ച് ഞങ്ങൾക്ക് വഴി അറിയാണ്ട് ഞങ്ങൾ എങ്ങോട്ടൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എടുത്തിട്ടുണ്ട്, വലിയ കുഴപ്പമില്ലാതെ ഓടിക്കുന്നുണ്ട്, സ്മെല്ല് ഓടിക്കുന്നുണ്ട്. അത് ഇവിടെ പറയേണ്ട ആവശ്യമില്ല, ഞാൻ ഡ്രൈവറാണ്. കുറച്ചുകൂടെ കുറഞ്ഞ് അണഞ്ഞിരുന്നേ ഉള്ളൂ UK-ൽ. ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് ഒക്കെ എത്രയാണ്? 6 ഗിയർ ഉണ്ട്.
തിരുവനന്തപുരം ഭയങ്കരമായിട്ട് മാറിപ്പോയി. ഇപ്പം ഏത് സ്ഥലമെന്നുള്ള അറിയാത്ത അവസ്ഥയിലായി പോയി. കഴക്കൂട്ടം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അന്യായമായിട്ട് മാറ്റമുണ്ട് ഇവിടെ. വർഷങ്ങൾ തോറും മാറിക്കൊണ്ടിരിക്കുന്നത് കൊള്ളാം. അടിപൊളി നാട്ടിലെ സ്വാദ്. ഇതുപോലെയാണ് പരുത്തിപ്പാറ. ഞങ്ങളുടെ മെയിൻ തട്ടുകട എല്ലാം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. എന്താ ഭംഗി, ഒരു മാറ്റമില്ല. അങ്ങനെ ഗൈസ്, ഞങ്ങൾ ജോയലിൻ്റെ ഡേവിഡ് ജോർജിൻ്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. രാവിലെ ഏകദേശം കുറച്ച് ഉറങ്ങാൻ സമയം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലേബർ റൂമിലായിരുന്നു. അപ്പം അതിൻ്റെ ചില തിരക്കും കാര്യങ്ങളൊക്കെ അല്ലേ? അതെ അതെ. അപ്പം അവനാണ് ഇനി വീഡിയോ ടേക്ക് പറയാൻ പോകുന്നത്. വീഡിയോ എടുക്കണേടാ. അപ്പോൾ വീട്ടിലെ ഡെസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ പോവുകയാണ്. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദ്രചൂടനായ ഞാൻ തിരിച്ച് വീട്ടിൽ പോവുകയാണ് ഗൈസ്. എന്നിട്ടിപ്പം രാവിലെ നല്ല പരപരാ വെളുത്തു. നമ്മൾ നേരെ ഓഫ് ടു നാലഞ്ചിറ. അങ്ങനെ ഗൈസ്, ദിസ് ഇസ് നാലാഞ്ചിറ, എൻ്റെ സ്ഥലം. അങ്ങനെ ഞാൻ ക്യാമറ ജോയൽ മോന് ഞാൻ കൈമാറുകയാണ്. അയ്യോ, ഞാൻ നടന്നു പോയിക്കോട്ടെ എന്ന വഴി ഗൈസ്, ഞാൻ നടന്നു പോയിക്കോട്ടെ എന്ന വഴി. അങ്ങനെ ആൾക്കാരൊക്കെ എന്നെ നോക്കുന്നത് ഗൈസ്. എനിക്കറിയത്തില്ല ഞാൻ നടന്നുകൊണ്ടിരുന്ന വഴി ഞാൻ തെറ്റുകൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും അനുഭവം? എന്തായിരിക്കും? നല്ലൊരു അനുഭവമായിരിക്കും. ഇവിടെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ പോകാൻ സമയത്ത്. അല്ല കൈസ്, നെഞ്ചടിക്കുന്ന കൈസ്. ഞങ്ങളുടെ പള്ളി, എൻ്റെ പള്ളി എൻ്റെ വീട് കൈസ്, എൻ്റെ വീട് കൈസ്. പയ്യെ ഞാൻ എടാ കുറച്ചൊരു മതി. എന്താ കുറച്ചൊരു മടി? വീഴരുതേ എഴുന്നേക്ക്. എന്താ സർപ്രൈസ് ആയി ഗൈസ്. അനക്കൊന്നുമില്ല ഗൈസ്. ബിജുനും പോയി ചോദിച്ച സമൂഹമാണ്. സ്പോർട്സ് ഗൈസ്. അമ്മ എടാ ഞാൻ അപ്പുറത്തോട്ട് വരട്ടോ. ഗൈസ്, ഇതാണ് എൻ്റെ വീട്. എടുത്തോ, കുഴപ്പമില്ല, അത് കുഴപ്പമില്ല.
എല്ലാരെയും വിളിച്ചോടത്തി ഗൈസ്. യൂട്യൂബ് ചാനൽ എന്തെങ്കിലും പറയാനുണ്ടോ? യൂട്യൂബ് ചാനൽ എന്തെങ്കിലും പറയാനുണ്ടോ? എണീറ്റേ ഇവിടെ കൂടെ ഇങ്ങനെ വരുമല്ലോ, മോളിൽ ഇങ്ങനെ വിളിച്ചാ ഞാൻ എൻ്റെ ബൈക്ക് ഓണാക്കാം. ഒറ്റയടിക്ക് ഓണായി ഗൈസ്. നീ എന്നെ കാണുന്നുണ്ടോ? എന്നെ മുഖം കാണുന്നുണ്ടോ? ആ ഉണ്ട്, ഇതാ ഞാൻ 0.5 ആ. ഞാൻ എൻ്റെ മുറി കാണാൻ പോവാണ്. അതൊന്നും വേണ്ട, ഇനി എൻ്റെ മുറി. ഇനി ഞാനിവിടെ ആരെയും കയറ്റുന്നല്ലായിരിക്കും. അയ്യോ, ഇതെൻ്റെ മുറിയല്ലല്ലോ ഗൈസ്, ഇതെൻ്റെ മുറിയല്ല ഗൈസ്. ഗൈസ്, നമ്മൾ നൂലിനെ വിളിച്ചു എണ്ണപ്പിക്കാൻ പോവാൻ. ഭയങ്കര ഉറക്കമാണ് ഞാൻ കേട്ടത്. അയ്യോ ഇത്ര സ്നേഹോ. സുഖമാണോ? Oh my God. കുളിക്കൊണ്ടേ ഇങ്ങനെ പക്കറ്റേ. അയ്യോ ഇത് പരീക്ഷ പറഞ്ഞു, നാളെ പരീക്ഷ. ഇതെടുത്ത് ഞാൻ പറഞ്ഞു പോടാത്. ഇവരെ കൊണ്ട് സംസാരിക്കാൻ തെളിവിക്കൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഹലോ, ആരും മനസ്സിലായോ? നിന്നെ കാണാൻ വേണ്ടി വന്നത്. അങ്ങനെ കഴിച്ച് നമ്മൾ നൂലിന് സർപ്രൈസ് കൊടുത്തു. അപ്പം ഇവിടുത്തെ സർപ്രൈസ് എല്ലാം ഒരുവിധം കഴിഞ്ഞു, എല്ലാം ഒതുങ്ങി കഴിഞ്ഞു. ഇനി അങ്ങോട്ട് കൂട്ടുകാരെ കാണാൻ പോകണം. എന്താണ് ഇതാണ് അജീഷ്. അൺഎക്സ്പെക്ടഡ് ആയിരുന്നു കിച്ചന്റെ ഇൻട്രോ. അതെ, വളരെയധികം പുള്ളിക്കാർ ഉറങ്ങുമായിരുന്നു. അപ്പം ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല. ഇനിയിപ്പോൾ അവിടെയൊക്കെ പോകണം, കറങ്ങണം. ഇനിയിപ്പോൾ ഫ്രീ ആവുമോ അറിയില്ല, ബിസിയാണ്. ഇതാണ് എൻ്റെ ചേട്ടൻ. എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല, വിനയമാണ് അടുത്ത വിനയം. നൂലിന് വിനയമായിരുന്നു, ഓടിപ്പോയി. അങ്ങനെ എല്ലാം സർപ്രൈസ് കൊടുത്തു, എല്ലാം സർപ്രൈസ്ഡായി. ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്ത് പറയണം, എന്ത് ചെയ്യണം എന്നറിയില്ല. എന്തിനൊക്കെ ചെയ്യാം, അതിനാട്ടെ. ക്യൂട്ട്നെസ് ഇട്ടേ, ഇതാണ് ക്യൂട്ട്നെസ്. നമ്മളെവിടെ പോവാ? എവിടെ പോവാ? നൂന്, നമ്മൾ സ്കൂളിൽ പോകാണോ? അതെ, ഞങ്ങൾ സ്കൂളിൽ കൊണ്ടുവിടുകയാണ് നൂനുവിനെ. നല്ലെല്ലാം താനെല്ലാം താരത്തില്ല. നൂന്, ഏതാ സ്കൂള്? അങ്ങനെ ഗൈസ്, നൂനിനൊക്കെ സ്കൂളിൽ വിട്ട് ഭയങ്കര പിടിവാശിയായിരുന്നു. ഞാൻ ഉണ്ടെങ്കിൽ പോത്തോളം എന്നൊക്കെ എന്ത് ചെയ്യാൻ. അപ്പം രാവിലെ കാപ്പിയെല്ലാം കുടിച്ചു. ഇനിയിപ്പം അപ്പയമ്മയും പള്ളിയിൽ പോയി. സോ ഞാൻ കുറച്ച് കൂട്ടുകാരെ കാണാൻ വേണ്ടി ഇറങ്ങി, വണ്ടിയും കൊണ്ട് ഇറങ്ങിയിരിക്കുവാണ്. അവരൊക്കെ സർപ്രൈസ് ആവുമെന്ന് തോന്നുന്നു. അങ്ങോട്ടേക്ക് പോയിട്ട് എന്താ നടക്കുന്നതൊക്കെ നോക്കാം. അങ്ങനെ വണ്ടി അവിടെ ഇട്ട് കൂട്ടാനെ വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇവനടുത്ത് ഞാൻ സർപ്രൈസ് ആവണമെന്ന് പറയുമ്പോൾ സർപ്രൈസ് ആയിട്ട് നിൽക്കാമെന്നാണ് പറഞ്ഞത്.
സർപ്രൈസാണ്. ഞാൻ ഇന്ന് വരുമെന്ന് അറിയത്തില്ല, പക്ഷെ എന്തായാലും മെസ്സേജ് അയച്ചായിരുന്നു കേട്ടോ അവന് വീട്ടിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങോട്ട് ചെന്ന് കയറി നോക്കാം. സർപ്രൈസ് ആയില്ലെങ്കിലും സർപ്രൈസ് ആവുന്നവരെ അഭിനയിക്കാൻ പറഞ്ഞായിരുന്നു. നോക്കട്ടെ. ഹലോ ഗൈസ്, ഇതിനാണ് ഞാൻ സർപ്രൈസ് ചെയ്തത്. സർപ്രൈസ് ആയിട്ടില്ല. ചെറുതായിട്ട് സർപ്രൈസ് ആയ നമ്മളൊരു ഭാവം ഇടണം, നല്ലൊരു ഭാവം ഇടണം. ചെറുതായിട്ട് അങ്ങനെ ഞങ്ങൾ അടുത്ത കുട്ടികളുടെ വീട്ടിലോട്ട് നമ്മൾ പോവുകയാണ്. അത് സർപ്രൈസ് ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അത് സർപ്രൈസ് ആവില്ലേ? കരഞ്ഞു വിളിക്കാനോ എന്തടാ, ഭൂതമൊന്നുമല്ലോ ഞാനല്ലേ. അപ്പം അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാം. എന്നിട്ട് ഇവനെ പെട്ടെന്ന് വീട്ടിൽ കയറണം. നല്ല കൊച്ചാക്കാൻ വേണ്ടിയിട്ട്. ശരി, കാര്യങ്ങൾ ഭയങ്കര സ്മൂത്തായിരുന്നു. ഇപ്പം അപ്പനാണെങ്കിൽ അവിടെ പോകണമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഒരു ദിവസമായിരുന്നു. പെട്ടെന്ന് വരടാ. അങ്ങനെ കഴിച്ച് നമ്മൾ ട്രെയിനിൻ്റെ വീട്ടിലോട്ട് പോവാണ്. വണ്ടി ഇത് സർപ്രൈസാണ്. അത് സർപ്രൈസ്. ലഗേജ് അരോട് അതെ പറയൂ, എന്തെങ്കിലും വിശേഷം? ഗൈസ്, ഞങ്ങൾ വിചാരിച്ചു ഞാനും ഫിലിപ്പോട് പറഞ്ഞോണ്ടിരിക്കുന്നു കരയും പറഞ്ഞോണ്ടിരിക്കുന്നു. പക്ഷെ അവള് കരഞ്ഞില്ല ഗൈസ്. ശരി മാത്രം. ശരി മാത്രമേ ഉള്ളൂ. ആനന്ദ കണ്ണീരും ഇല്ല, അതുമില്ല. ഞാൻ വരണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവിടെ UK നിന്നാ മതിയായിരുന്നു ഗൈസ്. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഞാൻ സർപ്രൈസ് ആവുന്നു. അവൻ സർപ്രൈസ് ആയില്ല. അതിന് കഥ പറഞ്ഞത് അപ്പനാണ്. അപ്പൻ തുറന്നുണ്ട്. എന്നിട്ട് പുറകെ നാം നോക്കിയാ ശരിയെന്ന് പറഞ്ഞിട്ട് ചട്ടയില്ലാണ്ട് അവിടെ കൊണ്ട് വെച്ചു. സർപ്രൈസ് ആയില്ല. ഇറങ്ങ്, അവിടെയൊക്കെ പോവാം. ഓക്കെ, ഞങ്ങൾ 5 മിനിറ്റ് തരും. ഓക്കെ, ഞങ്ങൾ എന്താ കാര്യങ്ങൾ സംസാരിക്കട്ടെ. എടാ പിന്നെ ആ പാത്രോടെ കഴുകി വെച്ചേക്കടാ. അങ്ങനെ ഗൈസ്, ഞങ്ങള് ഇവിടുന്ന് ഇറങ്ങി. എന്തെങ്കിലും പറയാനുണ്ടോ? എങ്ങോട്ടാ പോന്നെ? എവിടെ പോകുന്നു? എന്നിട്ട് ഏതൊക്കെ കടന്നു പോകുന്നു? മല, കുന്ന്, എന്തൊക്കെയോ കടന്നു പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ പോയി കാണാൻ വിചാരിച്ചു. ഞാൻ ഇവള് വിളിച്ചപ്പോൾ കുളമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയി കാണുന്നതായിരിക്കും ബെറ്റർ. ഇത് പറഞ്ഞാണ് സർപ്രൈസ് കൊടുക്കാൻ. അയ്യോ, ആർക്കും ഡൗട്ട് അടിക്കാത്ത രീതിയിലാണ് പറഞ്ഞത്. ശരി, എന്തായാലും അങ്ങോട്ട് പോവാം. അപ്പം നമ്മള് ഫിലിപ്പിനെ നമ്മൾ ഇപ്പം തിരിച്ച് വീട്ടിൽ കയറ്റും കേട്ടോ. അതുകൊണ്ട് നമ്മൾ റെയിനെയും നമ്മളാണ് അങ്ങോട്ട് പോകുന്നത്. അയ്യോ, തീർന്നു. നമ്മളിപ്പം കവടിയാർ പാലസിലൂടെ റോഡിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കവടിയാർ വന്നിട്ട് വണ്ടി ഓടിക്കണം. അത് നടക്കും. ഇനിയെല്ലാം നടക്കും, ആഗ്രഹങ്ങളെല്ലാം നടക്കും. ഇതെല്ലാം നടക്കാനാണല്ലോ വന്നേക്കുന്നത്. രാമനാരായണൻ അല്ലല്ലേ? അത് ശരി അല്ലേ? എന്തായാലും നമ്മളിപ്പോൾ നെയ്യാറ്റിൻകരയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരൻ ബാലരാമത്തുണ്ട്. അപ്പോൾ അവനോട് ഒന്ന് കണ്ടിട്ട് പോവാം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം അവനിന്ന് ഓഫാണ്. ഓഫല്ല, അവനിന്ന് പണിക്ക് ഓഫാണ്. നമ്മൾ അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവനെ കണ്ട് ഒരു ഹായ് പറഞ്ഞേക്കാം. അവനൊരു ഹായ് കൊടുക്കണം. ഒരു ഹായുടെ കുറവുണ്ട് അവന് ഈയിടെയായിട്ട്. അപ്പോൾ അവന് കൊടുത്തിട്ട് ഞാൻ വരാം. അങ്ങോട്ട് പോവാം. സന്തോഷമാണല്ലോ നിനക്ക്? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖോ?
എടാ ഇവനെ തിരിച്ചു കയറ്റി വിട്ടല്ലോടെ സൂക്ഷിച്ച് സംസാരിക്കണേ വേറെ ആൾക്കാർ അങ്ങനെ ഗൈസ് അനന്തു ഞാൻ ഇവിടെ ഫണ്ണായിരുന്നു ഗൈസ്, ഭയങ്കര ഫണ്ണാണ്. വെരി ഫൺ ഗൈസ്. അതെ അതെ ഗൈസ്, സഹിക്കാൻ പറ്റുന്നില്ല, അൺസഹിക്കബിൾ. ഇങ്ങനെ ഒരു സർപ്രൈസ് എന്റെ ജീവിതത്തിൽ I can't tolerate these kind of things. ആ അത് വിജയ്. അപ്പൊ ഞങ്ങൾ ആ വിജയ് അല്ല, വിജയ്. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. ടാറ്റ പറ. ശേഷം ഭാഗം സ്ക്രീനിൽ ടാറ്റ പറ. എടേ നീ വണ്ടി ഓട്ടിങ്ങനെ എടുക്കണ്ടേ? എടേ ഞാൻ തുറന്നുതരാം. UK അല്ലേ? നമ്മൾ അങ്ങനെ ഷാരന്റെ കോളേജിലെത്തി. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ ഷാരനെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു എക്സ്പ്രഷൻ മാത്രമേ ഉള്ളൂ. ഗൈസ് പുള്ളിക്കാരി സർപ്രൈസ് ആയിട്ടുണ്ട്. ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല അല്ലേ? ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല അല്ലേ? അതെ, എൻ്റെ വരെ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരി ഷിഫ്റ്റ് 2 മണി വരെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. അങ്ങനെ ഗൈസ് ഇന്നത്തെ ഒരുവിധ സർപ്രൈസ് എല്ലാം കഴിഞ്ഞു. പള്ളിയിൽ പോയാൽ നോക്കട്ടെ, പള്ളിയിൽ ചിലപ്പം പോകും. പക്ഷേ സർപ്രൈസ് ആവുമോ? ഇല്ല, അതെ സർപ്രൈസ് ആവും. അപ്പോൾ ഇന്നത്തെ സർപ്രൈസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ നാലഞ്ചര കേശവസ്വരം, പരുത്തിപ്പാറ, പാളംവിള, മണ്ണന്തല അങ്ങനെ പോവുകയാണ്. അങ്ങനെ ആ ഞങ്ങൾ പോവാണ് ഗൈസ് ഇവിടുന്ന്. നമ്മുടെ പള്ളിയാണ്. ചുമ്മാ ഇത് കട്ടിയിട്ട് ഹലോ ഗൈസ്, അങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കുറേ വീഡിയോസ് മിസ്മാച്ച് ഉണ്ട്, തമ്മിൽ വലിയ ബന്ധവും കാണാൻ ചാൻസ് ഇല്ല. കാരണം എല്ലാം സർപ്രൈസ് ആണല്ലോ. അപ്പം നമുക്ക് തുടങ്ങി അങ്ങനെ ആ രീതിക്ക് പോകാൻ പറ്റത്തില്ല. സോ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ എന്താ പറയുക, സന്തോഷമുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. ജാനുവരി 9 ഞാൻ ഇവിടെ കേരളത്തിൽ ലാൻഡായി. ഏകദേശം 36 മണിക്കൂർ മേലെ ഞാൻ ഉറങ്ങാണ്ടിരിക്കുന്നെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ അവിടുന്ന് ഇറങ്ങിയത്, ലണ്ടനിൽ നിന്ന് ഇറങ്ങിയത് ഏകദേശം 12 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് എല്ലാം ഡ്രസ്സപ്പ് ചെയ്ത് എല്ലാം വന്നിട്ട് ഇപ്പം ഇവിടുത്തെ 12 മണി കഴിഞ്ഞു. 12 മണിക്ക് കിടക്കാൻ പോകാൻ 8-ാം തീയതി. ഏകദേശം 36 മണിക്കൂറും 24 മണിക്കൂർ മേളിലായെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. സോ വളരെയധികം സന്തോഷമുണ്ട്. 24 മണിക്കൂർ മേളിലായിട്ടുണ്ട് കേട്ടോ. അപ്പം ഉറങ്ങണം, നല്ല ക്ഷീണമുണ്ട് മുഖത്ത്. ഞാൻ പിച്ചും വേഗമായിട്ട് വിളിച്ചു പറയാം. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോ വരുമെന്ന് ഞാൻ പിന്നെയും ഞാൻ വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. എല്ലാവരും ഹാപ്പിയാണ്, അടിപൊളിയായിട്ടിരിക്കുന്നു എല്ലാവരും. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, അടിപൊളിയായിട്ടിരിക്കുക. എല്ലാം ശരിയാവും ഗൈസ്. ഓക്കെ ഗൈസ്, ബൈ.